Android programming. Dear students, in the last class we discussed about Android resources, string resources, color resources, image resources, dimension resources, layout resources. So already discuss ചെയ്ത resources ആണ് ഇത്രയും കാര്യങ്ങൾ. Then ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ് കണ്ടന്റ് പ്രൊവൈഡർ. എന്താണ് കണ്ടന്റ് പ്രൊവൈഡർ? പേരിൽ തന്നെ ഉണ്ട്. കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് കണ്ടന്റ് പ്രൊവൈഡർ. ഓക്കെ, നോക്കാം. Used for abstracting data source into services. ഡാറ്റ അബ്സ്ട്രാക്ഷൻ നമുക്കറിയാം അല്ലേ? ഒരു ഡാറ്റ ഹൈഡ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ ഡാറ്റ സോഴ്സ് നമ്മൾ ഹൈഡ് ചെയ്യാണ്, ദെൻ അത് നമുക്ക് സർവീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ഡാറ്റയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഉദ്ദേശിച്ചാൽ ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിന്റെ സർവീസസ് ആക്സസ് ചെയ്യുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ് കണ്ടന്റ് പ്രൊവൈഡർ. ജസ്റ്റ് ഒന്ന് ഓരോന്നും പറഞ്ഞതിന് ശേഷം ഇത് എന്താണ് കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഓവറോൾ പറയാം. ഓക്കെ, enables sharing all data across application. So sharing data, നമ്മൾ കണ്ടന്റ് ഒരു ഭാഗത്തു നിന്ന് കണ്ടന്റ് വേറൊരു ഭാഗത്ത് നമ്മൾ ആക്സസ് ചെയ്യാൻ, അതാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. ഓരോ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ സർവീസ് എനേബിൾ ചെയ്യുക. സോ എനേബിൾസ് ഷെയറിംഗ് ഓഫ് ഡാറ്റ അക്രോസ് ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ വേറെ ആപ്ലിക്കേഷനിലോട്ട് ഡാറ്റ ഷെയർ ചെയ്യുക. ആ ഷെയറിംഗ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡിമാൻഡ് എപ്പോഴാണോ ആ സമയത്ത് കിട്ടണം. സോ അതിനാണ് കണ്ടന്റ് പ്രൊവൈഡറിന്റെ വേറൊരു കൺസെപ്റ്റ്. എക്സാമ്പിൾ നോക്കിയേ, ഫോൺ ബുക്ക്, അഡ്രസ് ബുക്ക്. നമുക്ക് മൊബൈൽ ഫോണിലൊരു ഒന്നാണ് അഡ്രസ് അല്ലെങ്കിൽ കോൺടാക്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാവും. ഒരു കോൺടാക്ടിനകത്ത് തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു ഫോണിലൊരു കോൺടാക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, അത് ഓപ്പൺ ആക്കി അതാണ് നമ്മൾ അഡ്രസ് ബുക്ക് എന്ന് ബേസിക് ആയിട്ട് പറയാം. ഓക്കെ, ഈ അഡ്രസ് ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ അഡ്രസ് ഓപ്പൺ ആക്കി. അപ്പൊ അയാളുടെ ഫസ്റ്റ് നെയിം ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടായിരിക്കും, ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കും, ഫോട്ടോ, അവരുടെ വീട്ടിലുള്ള അഡ്രസ്സ്, പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളത് അവരെ മൊബൈൽ നമ്പർ, ലാൻഡ് നമ്പർ, സെക്കൻഡറി നമ്പർ, ഒരുപാട് കണ്ടന്റ് നമുക്ക് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു കണ്ടന്റ് പ്രൊവൈഡർ ആണ്. ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും, അത് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കണ്ടെയ്നർ എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ കണ്ടെയ്നർ എന്ന് പറഞ്ഞ വാഹനത്തിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരിക്കും, പെട്രോളോ ഡീസലോ ഒക്കെ ഉണ്ടാവും കണ്ടെയ്നർ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് പോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിനുള്ളിലുള്ള കണ്ടന്റുകൾക്കാണ് പ്രത്യേകത. സോ അഡ്രസ് ബുക്ക് ഒരു കണ്ടന്റ് പ്രൊവൈഡർ ആണ്. അതുപോലെ ഫോട്ടോ ഗാലറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരിക്കും. അതിൽ പല ഡയമെൻഷൻസ് ഇല്ലേ, ഒരു പക്ഷേ ജിഫ് അനിമേറ്റർ വരെ ആക്സസബിൾ ആയിരിക്കും. മുമ്പൊക്കെ ഫോട്ടോ ഗാലറി ഉണ്ടായിരുന്നു, ഇപ്പൊ ഗാലറി എന്നൊരു ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ആക്കാൻ പറ്റും. അതിൽ ഫോട്ടോ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് ഗാലറി എന്ന് പറയുന്നത്. ഇപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന അങ്ങനെയല്ല, ഫോട്ടോ ഗാലറി ആയിരുന്നു, ഫോട്ടോസ് മാത്രമേ ആയിരുന്നുള്ളൂ. JPG ഫയൽ ഉണ്ടാവും, അതുപോലെ PNG ഫയൽ ഉണ്ടാവും, ബിറ്റ് മാപ്പ് ഫയൽസ് ഉണ്ടായിരിക്കും, JPEG ഫയൽസ് ഉണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ ഈ ഒരു ജിഫ് അനിമേറ്റർ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫോട്ടോ ഗാലറി പറയുന്നത്. അതും ഒരു കണ്ടന്റ് പ്രൊവൈഡറാണ്. അപ്പൊ അതിനുള്ളിൽ മൾട്ടിപ്പിൾ കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടന്റ് പ്രൊവൈഡർ അതിലും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, പ്രൊവൈഡ്സ് യൂണിഫോം APIs. യൂണിഫോം API എന്ന ഉദ്ദേശം എന്തായിരുന്നു? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് അല്ലെ. അപ്പൊ പല യൂണിഫോം APIs ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അതിന് വേണ്ടിയിട്ടാണ് കൊറിയയും. ഇപ്പൊ നമുക്ക് വരും ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഡാറ്റ സോഴ്സ് നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിൽ പറഞ്ഞവരാണ് ഡാറ്റ സോഴ്സ്. പക്ഷേ ഇത് ഡാറ്റാബേസ് ആണ് കൺസെപ്റ്റ്. അപ്പൊ ഈ ഡാറ്റാബേസിന് ഡാറ്റ പിക്ക് ചെയ്യാനാണ്. അപ്പൊ ഡാറ്റാബേസ് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എന്ത് വേണം? കൊറി വേണം അല്ലെ. ബാക്ക് നമുക്ക് വർക്ക് ചെയ്യണ്ടേ, കൊറീസ് വേണം. SQL കൊറീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 5th മൊഡ്യൂളിൽ കണ്ടന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൊറീസ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ കൊറീസ് അതിന് വേണ്ടിയുള്ള APIs ഉണ്ട്. അതുപോലെ ഡിലീറ്റ്, അപ്ഡേറ്റ്, ഇൻസെർട്ട്, എല്ലാ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാനുള്ള APIs, യൂണിഫോം APIs അവൈലബിൾ ആണ്. അത് ഫോട്ടോ ഗാലറിയിൽ നിന്ന് ആക്സസ് ചെയ്യാനാണെങ്കിലും ശരി, അഡ്രസ് ബുക്കിൽ നിന്ന് ആക്സസ് ചെയ്യാൻ ശരി, വേറെ ഏതെങ്കിലും എക്സാമ്പിൾസ് യൂസ് ചെയ്യണമെങ്കിൽ ആ വാല്യൂസ് അതിന്റെ ഡാറ്റ എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന APIs അവൈലബിൾ ആണ്. ഇറ്റ് റിക്വയർസ് ഇൻ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. സോ ഇത് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ രണ്ട് പോർഷൻ ആക്കി ഇരിക്കാം. ഓക്കെ, ഇന്റേണൽ ഒരു പോർഷൻ പ്രിഫറൻസ് സെറ്റ് ചെയ്യാം. ഇതൊക്കെ 5th മൊഡ്യൂളിൽ വരുന്ന കണ്ടന്റ് ആണ് ഈ പ്രിഫറൻസ് യൂസ് ചെയ്യുന്നത്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോ നമ്മുടെ ഫോണിൽ തന്നെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് വൈഫൈ അല്ലെങ്കിൽ GPS. ഇത് നമ്മൾ ഓൺ ചെയ്ത് വെക്കുക, അത് പ്രിഫറൻസ് ആണ്. വേറെ നമുക്ക് നോക്കിയാൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ തീംസ് ഉണ്ടായിരിക്കും. നമുക്ക് മൾട്ടിപ്പിൾ തീംസ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ഒരു തീം മാത്രം നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലെ, സെറ്റ് വെച്ചിട്ടുണ്ടാവും, പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ പ്രിഫറൻസ് നമ്മൾ ഫോൺ ഏത് സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ആ തീം ഏതാണ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിരുന്ന ആ തീം വർക്ക് ചെയ്യും. അതിനൊരു പ്രിഫറൻസ് ഉണ്ട് അവിടെ. ഓക്കെ, അതാണ് പ്രിഫറൻസ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഡാറ്റാബേസിലുള്ള കണ്ടന്റുകളാണ്. മൾട്ടിപ്പിൾ തീംസ് ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള തീം മാത്രം നമ്മൾ എന്ത് ചെയ്തു, ആക്സസ് ചെയ്തു. ഓക്കെ, അതാണ് ഈ ഡാറ്റ സോഴ്സ് കിട്ടുന്ന പറയുന്നത്. കംപ്ലീറ്റ് ഡാറ്റയും അതിലുണ്ട്, അബ്സ്ട്രാക്ട് ചെയ്ത ഡാറ്റയും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം ചെയ്യും ആക്സസ് ചെയ്യും. അതാണ് എനേബിൾ ഷെയറിംഗ് ഡാറ്റ അക്രോസ് ആപ്ലിക്കേഷൻ എന്നാണ്. അല്ലെ, ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. ദെൻ എക്സ്റ്റേണൽ ആയിട്ട് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ നിന്നുകൊണ്ട് വേറൊരു ആപ്ലിക്കേഷന്റെ ഡാറ്റ ആക്സസ് ചെയ്യാം.
സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ എന്ന കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇന്ത്യയിലും എക്സ്റ്റേണൽ എന്നാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫോൺ ബുക്കിൽ കോൺടാക്ട്സ് കോളേജിന്റെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിന്റെ ഒരു നമ്പർ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് സെർച്ച് ചെയ്യുക. ആ ബ്രൗസറിൽ നിന്ന് കോൺടാക്ട് കിട്ടി. എന്നിട്ട് കോൺടാക്ടിന്റെ നമ്പർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ ഡയലർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്താവും, ഓൺ ആവും അല്ലേ? അത് ഓൺ ആയിട്ട് അത് നമ്പർ വരും, ഡയൽ ചെയ്യും ഓട്ടോമാറ്റിക്. സോ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ് എന്നൊന്നും കണ്ടന്റ് നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊന്ന് ഫയൽ, നോർമൽ ഫയൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്റേണൽ എന്നുള്ള യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിനകത്തുള്ള ഇന്റേണൽ സ്റ്റോറേജ്, റോം മെമ്മറിയാണ് ഫയൽ എന്ന് ഉദ്ദേശിച്ചത്. അവിടെ സ്റ്റോർ ചെയ്യുന്ന കണ്ടന്റ് നമ്മൾ ഫയൽ. ഈ ഫയൽ ആക്സസ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എല്ലാ ഓപ്പറേഷനും ചെയ്യാം ഫയലിന്റെ. ഇതേ കൺസെപ്റ്റ് എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഫോണിനകത്തുള്ള അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിനകത്തുള്ള SD കാർഡാണ് ഫോണിനാണ് യൂസ് ചെയ്യുന്നത്. SD കാർഡ്സ് അല്ലെ, മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡാണ് എക്സ്റ്റേണൽ സ്റ്റോറേജ്. ഇതിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫയൽ ഓപ്പൺ ചെയ്യാം, ആക്സസ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, എല്ലാ കൺസെപ്റ്റ്. അത് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. ഇന്റേണൽ യൂസ് ചെയ്യുന്ന ഇന്റേണൽ മെമ്മറിയാണ്, അതാണ് റോം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, ദെൻ ഇത് കമ്മ്യൂണിക്കേഷൻ ഇന്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് SQLite, സ്ട്രക്ചേർഡ് ക്വറി ലൈറ്റർ വെർഷൻ. SQL ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ലൈറ്റർ വെർഷൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ലേ, ഫേസ്ബുക്ക് ലൈറ്റ് മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ ഡാറ്റ ഇന്റർനെറ്റ് വളരെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. 1 day 3 GB വരെ ആക്സസ് ചെയ്യാൻ പറ്റും. മുമ്പൊക്കെ 250 MB വരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാം, 1 month. എന്നിട്ട് അത് യൂസ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ 3 GB പോലും ഒരു ദിവസം നമുക്ക് മതിയാവുന്നില്ല. അപ്പൊ അന്നൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഫേസ്ബുക്ക് ലൈറ്റർ വെർഷൻ ആണ്. വളരെ കുറച്ച് ഡാറ്റ മിസ്സായി പോകുള്ളൂ, നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്താൽ മതിയായിരുന്നു. അതേപോലെ കൺസെപ്റ്റ് ആണ് ഇവിടെ SQLite, സ്ട്രക്ചേർഡ് ക്വറി ലൈറ്റർ വെർഷൻ. SQL ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ലാപ്പ് സിസ്റ്റം ഒക്കെ വളരെ ഡൗൺ ആവും, സ്ലോ ആവാറുണ്ട് അല്ലെ? അപ്പൊ അത്ര സ്ലോ ആയി കഴിഞ്ഞാൽ ഫോൺ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ലൈറ്റർ വെർഷൻ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. സോ SQLite ആണ് ഇന്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്നത് URL ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാം. നേരത്തെ കൺസെപ്റ്റ് പറഞ്ഞവരെ URL ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും, വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരാം അല്ലെ? ഏത് രൂപത്തിൽ നമുക്ക് URL ഓപ്പൺ ആയി കൊടുത്താൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി കണ്ടന്റ് പ്രൊവൈഡറിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? കാരണം കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഫോണിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിനോ അകത്തുള്ള മൾട്ടിപ്പിൾ ഐറ്റംസ്, അത് സിംഗിൾ ആയിട്ട് ഒരു ഡാറ്റ അബ്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസ് തന്നെ, ആ ഡിവൈസിനകത്തുള്ള മെമ്മറിയിലാണ്. മെമ്മറി ഉദ്ദേശം നമ്മുടെ ബാക്ക് എൻഡിലാണ്, ഡാറ്റാബേസിനകത്താണ്. അപ്പൊ ഇത് തന്നെ ഇതൊരു കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിസോഴ്സ് ആയിട്ടാണ് ആക്ച്വലി. കാരണം നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആക്സസ് ചെയ്യണം. അത് നമ്മൾ റിസോഴ്സ് പറഞ്ഞ സ്ട്രിംഗ് റിസോഴ്സസ് അല്ലെ, ലേഔട്ട് റിസോഴ്സോ എല്ലാം പറഞ്ഞല്ലേ, ഇമേജ് റിസോഴ്സ് ഒക്കെ. അപ്പൊ അതുപോലെ കണ്ടന്റുകളെല്ലാം ആക്സസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇത് റിസോഴ്സിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ വരുന്നത്. ആക്ച്വലി കണ്ടന്റ് പ്രൊവൈഡറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡാറ്റാബേസ് കൺസെപ്റ്റ് കംപ്ലീറ്റ് പറയണം. കാരണം ഓരോ സെന്റൻസിലും ഡാറ്റാബേസിന്റെ കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. ഡാറ്റ സോഴ്സ്, അതുപോലെ ഷെയറിംഗ് ഓഫ് ഡാറ്റ, ഇവിടെ ക്വറിയിങ്, ഡിലീറ്റ്, അപ്ഡേറ്റ്, ഇതൊക്കെ ഡാറ്റാബേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഫയൽ, SQLite എല്ലാം എല്ലാ കൺസെപ്റ്റിലും ഡാറ്റാബേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ 5th മൊഡ്യൂളിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡാറ്റാബേസിന്റെ കാര്യങ്ങൾ. അപ്പൊ അവിടെയാണ് ഇതിന് കൂടുതൽ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഓർത്ത് വെക്കുക, കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണോ, ആരാണോ, അതിനുള്ള കൺസെപ്റ്റാണ് കണ്ടന്റ് പ്രൊവൈഡർ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഒരു ആൻഡ്രോയിഡ് റിസോഴ്സ് ആയിട്ട് പരിഗണിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആൻഡ്രോയിഡ് ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ ഒരു പ്രൊവൈഡർ പറഞ്ഞത് കണ്ടന്റ് പ്രൊവൈഡർ, അത് ആൻഡ്രോയിഡ് തന്നെ നമ്മുടെ ഡിവൈസിലില്ല. അത് ഏത് ഡിവൈസാണ്, ആ ഡിവൈസിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട്. അത് ഏതൊക്കെ നോക്കാം. ഒന്ന് ബ്രൗസറാണ്. ബ്രൗസർ ഫോർ റീഡിംഗ് ആൻഡ് മോഡിഫൈങ് ബുക്ക് മാർക്ക്. ബുക്ക് മാർക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബുക്ക് മാർക്ക് പേജ് ബുക്ക് മാർക്ക് ചെയ്താൽ വെക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ പേജ് ലോഡ് ചെയ്ത് വരും. അതിനുവേണ്ടി ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ബ്രൗസർ ഹിസ്റ്ററി, വെബ് സർവീസസ്. ബ്രൗസർ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സർവീസും നമ്മൾ ആക്സസ് ചെയ്യുന്ന ഒരുപാട് സർവീസസ് ഉണ്ട്. അതിൽ ബേസിക് ആയിട്ട് പറഞ്ഞാണ് ബുക്ക് മാർക്ക് കാരണം. അത് കൂടാതെ കാഷിംഗ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് മെമ്മറിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ക്യാഷ്, പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഡാറ്റാബേസിലാണ് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റാബേസിൽ ഒരു ഫയൽ ഉണ്ടാകും, അത് ആക്ടിവേറ്റ് ചെയ്യാൻ, അത് ഇൻവോക്ക് ചെയ്യാൻ. അപ്പൊ ആ ഇൻസ്റ്റന്റ് വർക്കിനോട് കൂടെ തന്നെ ആ ബ്രൗസറിന്റെ കണ്ടന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ് ഒന്നാണ് ബ്രൗസർ. രണ്ടാമത് കോൾ ലോഗ്. നമ്മുടെ ഫോണിൽ ഒന്നാണ് കോൾ ലോഗ്, ടു വ്യൂ ആൻഡ് അപ്ഡേറ്റ് കോൾ ഹിസ്റ്ററി. ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് കോളായി, റിസീവ്ഡ് കോളായി മാറും. അറ്റൻഡ് ചെയ്യാതിരുന്നാൽ മിസ്ഡ് കോൾ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താവും, ഡയൽഡ് കോൾ ആവും. അപ്പൊ ഇതെല്ലാം കോൾ ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്താണ്, ഈ ഒരു കോൾ ലോഗ് ഫെസിലിറ്റിയാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് പ്രൊവൈഡറാണ്. കാരണം അത് കോൾ ലോഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മിസ്ഡ് കോൾ ഉണ്ടായിരിക്കും, അതുപോലെ റിസീവ്ഡ് കോൾ ഉണ്ടായിരിക്കും, ഡയൽഡ് നമ്പർ ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉണ്ടായിരിക്കും.
അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്നത് നമുക്ക് ആവശ്യമില്ല മാത്രം പിക്ക് ചെയ്യാനും ഇല്ല കണ്ടന്റ്. മാത്രമല്ല അത് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഏത് സമയത്താണ് വിളിച്ചത്, എത്ര ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടായിരിക്കും. സോ അതൊരു കണ്ടന്റ് പ്രൊവൈഡർ ആണ്. വേറെ എന്താണ് കോണ്ടാക്ട് കോൺട്രാക്ട് ടു സ്റ്റോർ, റിട്രീവ് ആൻഡ് മോഡിഫൈ കോണ്ടാക്ട്സ് അല്ലെ. കോണ്ടാക്ട്സ് നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ പുതിയൊരു വാല്യൂ ഒരു ഇൻസേർട്ട് ചെയ്യാൻ ഉണ്ടാവും. അതുപോലെ കോണ്ടാക്ട്സിൽ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക്, അതുപോലെ അതിലുള്ള ആക്സസ് ചെയ്യാൻ പറ്റും. പൊതുവെ എല്ലാവരും കോൾ ഹിസ്റ്ററി നോക്കിയിട്ടാണ് അതിനാണ് കോണ്ടാക്ട് കോൾ ചെയ്യാറൊക്കെ പൊതുവെ. കാരണം നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കോളുകളൊക്കെ ഉണ്ടാവുമല്ലോ. വളരെ 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 റയർ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യും, കോണ്ടാക്ട് പോയി സെർച്ച് ചെയ്യും. നമ്മൾ ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാകും. ആ സേവ് ചെയ്ത നമ്പർ കോണ്ടാക്ട്സ് നമുക്ക് എന്തെങ്കിലും ആക്സസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, കോൾ ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ആ കോണ്ടാക്ട്സ് എന്നുള്ളത് എന്താണ്, ഒരു കണ്ടന്റ് പ്രൊവൈഡർ ആണ്, ബിൽറ്റ് ഇൻ കണ്ടന്റ് പ്രൊവൈഡർ ആണ്. വേറൊന്നാണ് മീഡിയ സ്റ്റോർ, പ്രൊവൈഡ് സെൻട്രൽസ് ആക്സസ് ടു മൾട്ടിമീഡിയ അല്ലെ. മൾട്ടിമീഡിയ കണ്ടന്റ് മാത്രം ആക്സസ് ചെയ്യാനാണ് മീഡിയ സ്റ്റോർ. ഇപ്പൊ നമുക്ക് മീഡിയ സ്റ്റോർ എന്ന പേരിലല്ല, വേറെ സെപ്പറേറ്റ് ഓരോ ഫോണിലും അതിന്റെ ഡിവൈസ്. അപ്പൊ ഫസ്റ്റ് ഇറങ്ങിയ ഫോണുകളിലൊക്കെ ആൻഡ്രോയിഡിന്റെ ഫസ്റ്റ് വെർഷനിലൊക്കെയാണ് മീഡിയ സ്റ്റോർ എന്നുള്ള ആപ്ലിക്കേഷന്റെ പേരുണ്ടായിരുന്നത്. ഓക്കെ, ആ പേരൊന്നും ഇപ്പൊ മാറ്റില്ല, ഓരോ ആപ്ലിക്കേഷൻ അതനുസരിച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് നെയിം ഒക്കെ. ബൈ ഡീഫാൾട്ട് എന്താണ് ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സിന് ഇങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഫോണിലൊന്നും മീഡിയ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിട്ടില്ല. ബൈ ഡീഫാൾട്ട് അത് മൾട്ടിമീഡിയ എന്നുള്ള കണ്ടന്റ് യൂസ് ചെയ്തിട്ടില്ല, എല്ലാ ഫംഗ്ഷൻസും ഉണ്ടാവും. അതായത് വീഡിയോ, ഓഡിയോ, ജിഫ് അനിമേഷൻ, പല ടൈപ്പ് എല്ലാ ഫയൽസും, MP4, MP3, അതുപോലെ MKV ഫയൽസ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ സ്റ്റോർ എന്നുള്ള അതും ഒരു കണ്ടന്റ് പ്രൊവൈഡർ ആണ്. കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നവരെല്ലാം കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ആണ്. ഇവിടെ പറഞ്ഞ ആൻഡ്രോയിഡ് ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ് ആണ്. ഇപ്പോൾ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് നമ്മൾ കടയിൽ നിന്നൊക്കെ ഫോൺ വാങ്ങുമ്പോൾ തന്നെ അതിനകത്തുള്ള പ്രൊവൈഡേഴ്സ് എല്ലാം ബൈ ഡീഫാൾട്ട് കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും ഓപ്പറേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ. ആ ഒരു കണ്ടന്റുകൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റിംഗ്സ് ടു ആക്സസ് ദി ഡിവൈസ് സെറ്റിംഗ്സ് അല്ലെ. ഡിവൈസിൽ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ടായിരുന്നു. നേരത്തെ ഒരു കൺസെപ്റ്റ് തീംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ തീംസ് അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള തീം മാത്രം നമ്മൾ ടിക്ക് എടുക്കുന്നു, ആ തീം സെറ്റ് ആയിരുന്നു. ഫോണ്ട് അല്ലെ. അപ്പൊ സെറ്റിംഗ്സ് ഉള്ള ഓരോ ആക്സസും എന്താണ്, പ്രൊവൈഡേഴ്സ്, ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ് ആണ് അതിൽ വരുന്നത്. ദെൻ യൂസർ ഡിക്ഷണറി. യൂസർ ഡിക്ഷണറി നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് യൂസറിന് വേണ്ടിയില്ല, വളരെ നമുക്ക് ബൈ ഡീഫാൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് ഉണ്ടായിരിക്കും. എല്ലാ വേർഡിലുള്ള കണ്ടന്റുകൾ നമുക്ക് ഡിക്ഷണറിയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കൂടാതെ യൂസർ ഡിക്ഷണറി കൺസെപ്റ്റ് ഉണ്ട്. കാരണം നമുക്കിപ്പോൾ നമ്മുടെ ലോക്കൽ പ്ലേസ്, ഇപ്പോൾ മലപ്പുറം, കാലിക്കറ്റിലെ നെയിംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മുടെ പേരുകൾ, നമ്മുടെ പേരൊക്കെ നമുക്ക് എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതെല്ലാം നമുക്ക് ആ ഡിക്ഷണറി ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഡിക്ഷണറി വേർഡ്സ് ആഡ് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഡിക്ഷണറി ഇല്ലാത്ത കൂടെ ആയിരിക്കും, നമ്മുടെ നെയിംസ് ഒന്നും ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല, അതുപോലെ പ്ലേസസ് ഇതൊന്നും ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. ആ അത്തരം വേർഡ്സ് നമുക്ക് ഡിക്ഷണറിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യൂസർ ഡിക്ഷണറി. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടന്റ് നമുക്ക് എന്താണ് ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫോണിൽ. ഇത് കൂടാതെ വേറെ ഉണ്ട്, നമുക്ക് ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ടന്റുകളാണ് ഈ പറഞ്ഞത്. ഇനി ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ വിഡ്ജറ്റുകളായ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓരോ ഡിവൈസ് വരുമ്പോഴും അതിനനുസരിച്ചുള്ള സെറ്റിംഗ്സ് മാറും, പക്ഷെ ബൈ ഡീഫാൾട്ട് ഇത്രയെങ്കിലും എല്ലാ ഡിവൈസസിലും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ആർക്കിടെക്ചർ ഓഫ് കണ്ടന്റ് പ്രൊവൈഡർ ഉണ്ടോ. കണ്ടന്റ് പ്രൊവൈഡർ ഒരു ബേസിക് ആർക്കിടെക്ചർ വരച്ചെന്ന് മാത്രം. ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് നോക്കിയേ. കൾസർ ലോഡർ. കൾസർ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ ആക്സസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് കൾസർ. നമ്മൾ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു റെഡ് ഐക്കൺ ഉണ്ടല്ലോ, അതാ ഇതൊരു കണ്ടന്റ് ഒരു കൾസർ ആണ്. അത് ഇപ്പോൾ ഡാറ്റാബേസിൽ കൾസർ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മൾ ചെക്ക് ചെയ്യണം, ഓരോ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ആണോ, നെക്സ്റ്റ് ആണോ, ബിഫോർ ഫസ്റ്റ് ആണോ, ആഫ്റ്റർ ലാസ്റ്റ് ആണോ, ഇപ്പൊ എവിടെയാണ് കൾച്ചർ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിലുള്ള ഓരോ ക്വറീസ് ഉണ്ട്, ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് കൾച്ചർ ഉള്ളത്. ഫസ്റ്റ് ലൈൻ മുതൽ താഴെ ലാസ്റ്റ് ലൈൻ വരെ എൻ്റർ ചെയ്യണം, അത് പ്രിന്റ് ചെയ്യണം. അപ്പൊ കൾച്ചർ ആ ലോഡ് ചെയ്യാനുള്ള ഒരു കണ്ടന്റ്, ആ കൾച്ചർ ആക്സസ് ചെയ്യാനുള്ള ഭാഗമാണ് ഇത്. ഓക്കെ, വേറെ തന്നെ അബ്സ്ട്രാക്ട് ത്രെഡഡ് സിങ്ക്രണൈസ് അഡാപ്റ്റർ. ഇപ്പൊ ഓരോ കണ്ടന്റ് ഇപ്പൊ എപ്പോഴും സിങ്ക്രണൈസേഷൻ ഉണ്ട്. ഫോട്ടോ സിങ്ക്രണൈസേഷൻ ചെയ്യാം, വീഡിയോ സിങ്ക്രണൈസ് ചെയ്യാം, ജിമെയിൽ മെയിൽസ് സിങ്ക്രണൈസ് ചെയ്യാം, മെസ്സേജ് സിങ്ക്രണൈസ് ചെയ്യാം. അതെല്ലാം ഒരു സിങ്ക്രണൈസേഷൻ പോസിബിൾ ആക്കുക. അതും ഡാറ്റാബേസിലുള്ള കണ്ടന്റുകളാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ് പ്രൊവൈഡറിന് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ അത് കൂടാതെ ഇവിടെ അതർ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏത് ആപ്ലിക്കേഷൻ നമുക്ക് ഉൾപ്പെടുത്താം. എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ വിഡ്ജറ്റുകൾ. ദെൻ സെർച്ച്. ഈ സെർച്ച് ഓപ്ഷൻ നമുക്കിപ്പോൾ സെറ്റിംഗ്സിൽ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. മുമ്പ് പഴയ ഫോണുകളൊന്നും ഇല്ല. ഇപ്പൊ റിലീസ് ചെയ്യുന്ന എല്ലാ ഫോണുകളിലും സെർച്ച് ഓപ്ഷൻ, സെറ്റിംഗ്സ് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോണിലെ ഇൻബിൽഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്നർ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, ഔട്ടർ അല്ല. അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച ഗൂഗിൾ സെർച്ച് അതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഡിവൈസിലുള്ള സെർച്ച് ഓപ്ഷൻസ് ആണ്. ഫയൽ മാനേജറിൽ പോയിട്ട് സെറ്റിംഗ്സിൽ വരെ സെർച്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഡാറ്റ കൺസെപ്റ്റ്, ഡാറ്റ സോഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ റിസൾട്ട് റിട്രീവ് ചെയ്യുക. അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ സ്റ്റോറേജ് ഇതാണ് നമുക്ക് ബാക്ക് എൻഡ്. അതാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന
മെമ്മറി. ഇത് രണ്ടെണ്ണം കൊടുത്ത ഒരു സ്ട്രക്ചറിന് വേണ്ടി കൊടുത്തുന്നുള്ളൂ. ഇത് ഒറ്റൊന്ന് കൊടുത്താലും മതി. ഓക്കെ. അപ്പൊ ഇവിടെ ഒന്ന് കൊടുത്ത ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ്. ഒറ്റൊന്ന് ഡാറ്റ സ്റ്റോറേജ്. നമുക്ക് അല്ലെങ്കിൽ വേണ്ട പറയാം ഇത് റോം ആയിരിക്കും സെറ്റ് ചെയ്താൽ ഇന്റേണൽ മെമ്മറി, ഇത് എക്സ്റ്റേണൽ മെമ്മറി അങ്ങനെയും കൊടുക്കാം. നോ പ്രോബ്ലം. ഒരു പ്രോബ്ലം അല്ലാതെ. അപ്പൊ ഇതൊരു ബേസിക് ആർക്കിടെക്ചർ ആണ് ഇപ്പൊ പറഞ്ഞത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കാം. ബേസിക് ആർക്കിടെക്ചർ ഓഫ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഓക്കെ. Then it coordinates access to the data storage layer. നമുക്കറിയാലോ ഡാറ്റാബേസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡാറ്റ സ്റ്റോറേജ് ലെവലുമായിട്ട് എപ്പോഴും കോർഡിനേഷൻ ഉണ്ടാവും. കാരണം ആ കമ്മ്യൂണിക്കേഷൻ ഹാൻഡ് ഷേക്കിംഗ് നടക്കുന്നുണ്ട് കേട്ടോ, ഡാറ്റാബേസുമായി കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സ്ട്രക്ചറിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിന്റെ ഓരോ ഡീറ്റെയിൽസും എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഡാറ്റ സ്റ്റോറേജ് ആണ്. ഡാറ്റ സ്റ്റോറേജുമായി എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ദെൻ വിത്ത് നമ്പർ ഓഫ് ഡിഫറെന്റ് APIs ആൻഡ് കമ്പോണൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ API കോമൺ യൂണിഫോം APIs യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണ് കൊറിയിങ് വന്നത്. ഡാറ്റ കൊറിയിങ് വന്നു, അതുപോലെ ഡിലീറ്റ്, അപ്ഡേറ്റ്, ഇൻസെർട്ട്. കാരണം ഡാറ്റാബേസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ SQL കൊറീസ് അല്ലാതെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യുന്ന എല്ലാ സ്ട്രക്ചർ കൊറി, DML, DCL, അതുപോലെ DDL കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലുള്ള കൊറീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് APIs നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. അതുപോലെ കമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന കണ്ടന്റുകളാണ് ഷെയറിംഗ് ആക്സസ് ടു അവർ അപ്ലിക്കേഷൻ ഡേറ്റ് വിത്ത് അതർ ആപ്ലിക്കേഷൻ. കറന്റ് ആപ്ലിക്കേഷനും അതുപോലെ വേറൊരു ആപ്ലിക്കേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഫസ്റ്റ് പോർഷനിൽ. ഓക്കെ. ദെൻ സെൻഡിങ് ഡാറ്റ ടു എ വിഡ്ജറ്റ്. നമുക്ക് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് അറിയാലോ, നമുക്ക് സ്ക്രീനിൽ ഷോ ചെയ്യാൻ വിഡ്ജറ്റ്. ആ വിഡ്ജറ്റിലേക്കും ഡാറ്റ ഇവിടുന്ന് ആക്സസ് ചെയ്യാം. ഈ ഡാറ്റാ ബേസിൽ നിന്ന് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യും. ദെൻ റിട്ടേണിംഗ് കസ്റ്റം റിസർച്ച് സജഷൻസ് ഫോർ അവർ ആപ്ലിക്കേഷൻ. ഓരോ ആപ്ലിക്കേഷനും ഇൻബിൽഡ് ആയിട്ട് ഉള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇന്റേണലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ഓപ്ഷൻ സജഷൻസ് യൂസ് ചെയ്യാം. അജാക്സസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ആണിത്. കറന്റ് ആപ്ലിക്കേഷനിൽ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി. ഇപ്പൊ സെറ്റിംഗ്സ് എന്നുള്ള കണ്ടന്റിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്നത് സെറ്റിംഗ്സ്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാൻ പറ്റും. ഫയൽ മാനേജർ, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻസ് പറ്റും. അപ്പൊ എല്ലാ ആപ്ലിക്കേഷനും ആ സെയിം ആപ്ലിക്കേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇപ്പോൾ. അത് യൂസ് ചെയ്യുന്നത് കണ്ടന്റ് പ്രൊവൈഡറിന്റെ യൂസ് ആണ്. Then synchronizing our application data with server. Gmail, മെയിൽ സിങ്ക്രണൈസ് ചെയ്യാം ആ സെയിം ആപ്ലിക്കേഷൻ. അതുപോലെ ബ്രൗസർ സിങ്ക്രണൈസ് ചെയ്യാം, മെസ്സേജസ് സിങ്ക്രണൈസ് ചെയ്യാം. ആ സിങ്ക്രണൈസിങ് അവർ ആപ്ലിക്കേഷൻ ഡാറ്റ വിത്ത് സെർവർ. സെർവർ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിങ്ക്രണൈസ് ചെയ്യാം. സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കൊറീസും വർക്ക് ചെയ്യും. DML കൊറീസ് ആണ് വർക്ക് ചെയ്യുക, ഡാറ്റ മാനിപ്പുലേഷൻ. അതായത് കൊറീസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ, ലോഡിംഗ് ഡാറ്റ ഇൻ അവർ UI. UI എന്ന് ഉദ്ദേശിച്ചാൽ യൂസർ ഇന്റർഫേസ്. അപ്പൊ യൂസർ ഇന്റർഫേസിൽ ഡാറ്റ ലോഡ് ചെയ്യും. അതായത് ഡാറ്റാബേസിന് ഡാറ്റ പിക്ക് ചെയ്ത് വന്നിട്ട് അതിലെ കണ്ടന്റ് അതിനെ ആക്സസ് ചെയ്യുന്ന രൂപത്തിൽ എന്താണുള്ളത്, നമ്മൾ എന്താണ് ആക്സസ് ചെയ്ത് ആ ആക്സസ് ചെയ്ത കണ്ടന്റ് ആ യൂസർ ഇന്റർഫേസിൽ ലോഡ് ചെയ്ത് വരും. ഓക്കെ. അപ്പൊ ബേസിക്കലി പറഞ്ഞാൽ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് വഴി ആക്സസ് ചെയ്തിരുന്ന കണ്ടന്റുകളാണ്. ഡാറ്റാബേസിന് ഒരു കണ്ടന്റ് എടുത്തിട്ട് നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത് UIയിൽ വരാം, അതല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വേറെ ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാം, അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടും. നോർമൽ സിങ്ക്രണൈസേഷൻ പോസിബിൾ ആണ്. ഇപ്പൊ നോർമൽ നമുക്ക് ബിൽറ്റിംഗ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് പറഞ്ഞു, ബിൽറ്റിംഗ് പ്രൊവൈഡേഴ്സ്, ബ്രൗസേഴ്സ് പറഞ്ഞു, കോൾ ലോഗ് പറഞ്ഞു, അതെല്ലാം നമ്മുടെ ഡാറ്റാബേസിന് ആക്സസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. കണ്ടന്റ് കയ്യിലുണ്ട്, അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അബ്സ്ട്രാക്ട് ചെയ്ത കണ്ടന്റ് ആണ്. അതെന്ത് ചെയ്യും, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനാണ് ആൻഡ്രോയിഡ് കൾച്ചർ. ഇപ്പൊ ഇതിലൊരു ചെറിയൊരു പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കൾച്ചർ എന്ന കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഡാറ്റാബേസിലെ കൾച്ചർ എന്ന് പറഞ്ഞ കണ്ടന്റ് എങ്ങനെ ആക്സസ് ചെയ്യാനുള്ളത് ഒരു കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ഈ കൾച്ചർ എന്ന് പറഞ്ഞതിനെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ്. പക്ഷെ ഇതും എന്താണ്, ആൻഡ്രോയിഡിലെ റിസോഴ്സസ് ആണ്. അപ്പൊ സെക്കൻഡ് മോഡിൽ നമ്മൾ റിസോഴ്സ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൾച്ചർ എന്നുള്ള കണ്ടന്റും അതുപോലെ കണ്ടന്റ് പ്രൊവൈഡർ എന്നുള്ള പോർഷനും ഇവിടെ വരാൻ കാരണം. ആക്ച്വലി ഇത് രണ്ടും ഡാറ്റാബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വർക്കാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആൻഡ്രോയിഡ് കൾച്ചർ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.